ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജുക്ക ക്ലാസ് റൂം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും അതുപോലെ തന്നെ ബി എ LLB ഫസ്റ്റ് സെമ്മിലെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേയാണ് സ്റ്റേറ്റ്സ്, എലമെൻ്റ് ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. ഇത്രയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് എന്താണ്, സ്റ്റേറ്റിനെ കുറിച്ച് വാട്ട് ആർ ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്. ഇതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് ദ വേർഡ് സ്റ്റേറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിൽ എപ്പോഴും മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആസ് എ സിറ്റിസൺസ് വി ഫൈൻഡ് ഇൻ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സിറ്റിസൺസ് എന്ന നിലയിൽ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റേറ്റുമായിട്ട് തുടർച്ചയായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ടച്ചിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റിന് നമ്മളെ സ്റ്റേറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റിലൂടെ നമുക്ക് എന്ത് റിഫ്ലക്ഷനാണ് കിട്ടുന്നത്? നമ്മളെ നാഷണൽ ഫ്ലാഗ് എന്ന റിഫ്ലക്ഷൻ കിട്ടുന്നു, നാഷണൽ ആന്തം എന്ന റിഫ്ലക്ഷൻ കിട്ടുന്നു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ ലെജിസ്ലേഷൻസ്, നമ്മുടെ പോളിസീസ്, നമ്മുടെ ബ്യൂറോക്രസീസ്, അതുപോലെ നമ്മുടെ പബ്ലിക് ഓഫീസേഴ്സ്, അങ്ങനെ നമ്മൾ പബ്ലിക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും സ്റ്റേറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ് മോസ്റ്റ് കൺസിഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഓൾസോ. പൊളിറ്റിക്കൽ സയൻസിൻ്റെയും സെയിം കൺസിഡറേഷൻ ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിനെ നമ്മൾ ക്ലിയർലി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ്? നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ കോമൺലി യൂസ് ചെയ്യുന്ന വാക്കാണ്. നമ്മൾ സിറ്റിസൺസ് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ടച്ച് വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, അങ്ങനെയൊക്കെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ തന്നെയാണ്. അതായത് ഈ എലമെൻറ്റുകളൊക്കെ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്നത് സ്റ്റേറ്റ് ആസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഇനി എന്താണ് പ്രൈമറി കൺസേൺ അതായത് സ്റ്റേറ്റിനെ കുറിച്ച് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ ആണ് സ്റ്റേറ്റ്. ഇപ്പോൾ ഗ്രീക്ക് വേർഡായ പോളിസ് അല്ലെങ്കിൽ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലീവ്ഡ്, വിച്ച് ദേ ലീവ്ഡ്, അവർ ജീവിക്കുന്നു. അതായിരുന്നു യഥാർത്ഥത്തിൽ എന്തിൻ്റെയാണ്? പൊളിറ്റിക്കൽ സയൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പോളിസിൻ്റെ മീനിങ് സിറ്റി സ്റ്റേറ്റ്, അപ്പോൾ അതാ റിലേഷൻഷിപ്പ് ഉണ്ട് സിറ്റി സ്റ്റേറ്റ്. അപ്പോൾ അതുപോലെ തന്നെ റോമൻസും സിവേറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലൈസ് സിറ്റിസൺഷിപ്പ് ടുഗദർ, അതായത് പബ്ലിക് വെൽഫെയർ അതിന് വേണ്ടിയിട്ട് സിറ്റിസൺഷിപ്പ് ഒരുമിച്ച് ടുഗദർ താമസിക്കുന്ന സ്ഥലമാണ് എന്നാണ് സ്റ്റേറ്റിനെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ വ്യൂവിൽ സ്റ്റേറ്റിനെ കുറിച്ച് കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻസ് കൊടുത്തത് മേക്കിയവെല്ലിയാണ്. മേക്കിയവെല്ലി 16th സെഞ്ച്വറി ഫിലോസഫറാണ്. അദ്ദേഹമാണ് വേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. മേക്കിയവെല്ലി ഈസ് ദ 16th സെഞ്ച്വറി ഫിലോസഫർ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം സ്റ്റേറ്റ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ മോഡേൺ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻസ് പറയുന്നത് അദ്ദേഹമാണ്. ഇനി നോക്കൂ, നമ്മൾ ഈ കുറച്ച് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. സ്റ്റേറ്റ് ഈസ് എ യൂണിയൻ of families and villages having for its end and perfect and self-sufficient life by we mean happy and honorable life എന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹം പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ദ ഫാമിലിയാണ്. ഫാമിലികളുടെയും വില്ലേജുകളുടെയും ഒരു യൂണിയനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതെന്താണ്? അത് നമ്മളെ ഒരു ഹോണറബിൾ ലൈഫും ഒരു ഹാപ്പി ലൈഫും ജീവിക്കുവാൻ ഉതകുന്ന ഒരു പ്രക്രിയ ഉണ്ടാക്കി തരുന്നു. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിയൻ ഓഫ് എ ഫാമിലി ആൻഡ് വില്ലേജ്. ഒരു യൂണിയൻ്റെയും അതായത് ഫാമിലിയുടെയും വില്ലേജുകളുടെയും ഒരു യൂണിയനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൽഫ് സഫിഷ്യൻ്റ് ആണ് സ്റ്റേറ്റ് എപ്പോഴും. അത് നമുക്കൊരു സെൽഫ് സഫിഷ്യൻ്റ് ലൈഫ് ഉണ്ടാകാൻ സ്റ്റേറ്റ് സഹായിക്കുന്നു. അതുപോലെ നമുക്ക് ഹോണറബിൾ ലൈഫ്, ഹാപ്പി ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ സ്റ്റേറ്റ് സഹായിക്കുന്നു. ഇനി ബ്ലഡ്ഷിൽ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. The state is a political organized people of a definite territory. സ്റ്റേറ്റ് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസ്ഡ് പീപ്പിൾ ഓഫ് എ ഡെഫിനിറ്റ് ടെറിട്ടറി. അതായത് ഒരു ടെറിട്ടറി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന ടെറിട്ടറി, ഈ ടെറിട്ടറിക്ക് അകത്തുള്ള ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ്. ഇനി അതുപോലെ തന്നെ നോക്കൂ,
അത് കഴിഞ്ഞിട്ട് പിന്നെ ബർഗസ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, സ്റ്റേറ്റ് ഈസ് എ പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദ മാൻകൈൻഡ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യന്മാരുടെ ഇടയിലുള്ള മാൻകൈൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷനാണ്. വ്യൂഡ് ആസ് എൻ ഓർഗനൈസ്ഡ് യൂണിറ്റ്, അതായത് ഒരു ഓർഗനൈസ്ഡ് യൂണിറ്റാണ്, പർട്ടിക്കുലർ പോർഷൻ ഓഫ് മാൻകൈൻഡ് ആണ്. ഇനി നോക്കൂ, ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്. ഈ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അനലൈസ് അബൌവ് ദ ഡെഫിനിഷൻസ് മോഡേൺ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ടർ, അതായത് ഈ നമ്മൾ മുകളിൽ പറഞ്ഞ ഡെഫിനിഷൻസ് എല്ലാം കൺസേൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്ത് ചെയ്തിരിക്കുന്നത്, 4 കോൺസ്റ്റിറ്റ്യൂട്ടഡ് എലമെൻറ്റ്, പ്രധാനപ്പെട്ട 4 എലമെൻറ്റ് ഒരു സ്റ്റേറ്റിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഫസ്റ്റ് ഓഫ് ഓൾ പോപ്പുലേഷൻ, സെക്കൻഡ് ടെറിട്ടറി, 2 ഗവൺമെൻറ്, 3 ഗവൺമെൻറ് ആൻഡ് സോവർണിറ്റി. ഈ 4 തരത്തിലുള്ള എലമെൻ്റാണ്, 4 തരത്തിലുള്ള എലമെൻ്റാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിനെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പോപ്പുലേഷൻ, സെക്കൻഡ് ടെറിട്ടറി, 3 ഗവൺമെൻറ്, തേർഡ് സോവർണിറ്റി. ഇതിനകത്ത് പോപ്പുലേഷനും ടെറിട്ടറിയും ഈ 2 എലമെൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ എലമെൻറ്റുകളാണ്. ഫിസിക്കൽ എലമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, പോപ്പുലേഷനും അതുപോലെ തന്നെ ടെറിട്ടറി എന്ന് വെച്ചാൽ ജനസംഖ്യയും അതുപോലെ തന്നെ നമ്മുടെ ഭൂപ്രദേശവും. ഇത് ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതും ഫിസിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഗവൺമെൻറ് ആൻഡ് സോവർണിറ്റി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, തേർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്നൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു എലമെൻറ്റും, ഫോർത്ത് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ എലമെൻറ്റുമാണ്. തേർഡ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഈസ് എ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ സോവർണിറ്റി, പരമാധികാരം എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ എലമെൻറ്റുമാണ്. ഈ എലമെൻറ്റുകളൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റിൻ്റെ എലമെൻ്റ് എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നത്. സോ വാട്ട് അബൌട്ട് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. പോപ്പുലേഷൻ ഓർ ദ നമ്പർ ഓഫ് പീപ്പിൾ. പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൾക്കാർ, ജനങ്ങൾ, ഒരു സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ജനങ്ങൾ. അതെന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്താ, there can be no states without people or human habitation. നമുക്കത് മനസ്സിലാക്കാവുന്നില്ലേ? ജനങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമൻ ഹാബിറ്റേഷനോ, അതായത് ജനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യന്മാർ കൂട്ടത്തോടെ താമസിക്കുകയോ ചെയ്യാതെ ഒരു സ്റ്റേറ്റ് ഒരിക്കലും ഉണ്ടാകത്തില്ല. വൈൽ ദ നെസസിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആസ് ദ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഒരു സ്റ്റേറ്റ് ഉണ്ടാവണമെങ്കിൽ നെസസറി ആയിട്ടുള്ള സ്റ്റേറ്റിൻ്റെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനാണ്. അത് ആ പോപ്പുലേഷൻ ഈസ് സ്റ്റേറ്റ് റിക്കഗ്നൈസ് ചെയ്ത പോപ്പുലേഷനാണ്. അതുപോലെ തന്നെ അത് ചിലപ്പോൾ സമയങ്ങളിൽ കൂടിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും, ചിലപ്പോൾ പോപ്പുലേഷൻ കൂടിയതായിരിക്കും, കുറഞ്ഞതായിരിക്കും. നമ്മളിവിടെ ഇത്രേ പറയുന്നുള്ളൂ, വിത്തൗട്ട് പീപ്പിൾ ഓർ ഹ്യൂമൻ ഹാബിറ്റേഷൻ ദർ ഈസ് നോ സ്റ്റേറ്റ്. ജനങ്ങളില്ലാതെ, ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇല്ലാതെ ഒരു സ്റ്റേറ്റും നിലനിൽക്കത്തില്ല. നെസസിറ്റിയാണ് പീപ്പിൾ എന്താണ് നെസസിറ്റിയാണ്. ഒരു സ്റ്റേറ്റിനെ പീപ്പിൾ എന്ന് പറയുന്നത് വളരെ നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ പ്ലാറ്റോയുടെ വ്യൂ നോക്കൂ. പ്ലാറ്റോ പറയുന്നത് ഒരു ഐഡിയൽ സ്റ്റേറ്റ് ആവണമെങ്കിൽ ഷുഡ് ഹാവ് എ പോപ്പുലേഷൻ ഓഫ് 5014. അതായത് ഒരു നല്ലൊരു ഐഡിയൽ സ്റ്റേറ്റ് ആവണമെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും 5040 മാത്രമേ കാണാവുള്ളൂ എന്നാണ്. എങ്കിൽ മാത്രമേ അതൊരു സ്റ്റേറ്റ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അരിസ്റ്റോട്ടിൽ പറയുന്നതൊക്കെ ഇറ്റ് ഈസ് ഒപ്പീനിയൻ ദാറ്റ് സ്റ്റേറ്റ് ഷുഡ് ബി ലാർജ് എനഫ് ടു സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലാർജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ലാർജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, ലാർജ് എനഫാണ്, ബട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഷുഡ് ബി ലാർജ് എനഫ് ടു സെൽഫ് സഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള വലിയൊരു സ്റ്റേറ്റ് ആയിരിക്കണം. ആൻഡ് ഓൾസോ അതുപോലെ ഒപ്പം തന്നെ സ്വയം പര്യാപ്തതയോടൊപ്പം തന്നെ ഭരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഭാഗവും ആയിരിക്കണം. പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് എനഫ് ടു സെൽഫ് സഫിഷ്യൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ മതി. ലാർജ് എനഫ് ടു സെൽഫ് സഫിഷ്യൻ്റ് ദാറ്റ് മീൻസ് എന്തുവാണ്, നമ്മൾ സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുവാൻ തരത്തിലുള്ള അത്രയും വലിയ സംസ്ഥാനം മതി. അതുപോലെ നമുക്ക് ഭരിക്കാനും കഴിയണം, സ്മോളായിട്ട് നമുക്ക് ഭരിക്കാനും കഴിയണം. എങ്കിൽ മാത്രമേ സ്റ്റേറ്റ് നമുക്ക് ആവുള്ളൂ. റൂസോ പറയുന്നത് എന്താണ്, സ്റ്റേറ്റിൽ ഒരു 10,000 നമ്പർ ഐഡിയൽ നമ്പർ മതി എങ്കിലേ അതൊരു സ്റ്റേറ്റ് ആവുള്ളൂ എന്നൊക്കെയാണ് റൂസോ പറയുന്നത്. അപ്പം അരിസ്റ്റോട്ടിൽ പറഞ്ഞ എന്താണ്, പ്ലാറ്റോ പറഞ്ഞ എന്താണ്, സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ 5040 ആവുള്ളൂ. അരിസ്റ്റോട്ടലിൻ്റെ ഒപ്പീനിയൻ എന്താണ്, ലാർജ് എനഫ് ടു ബി സെൽഫ് സഫിഷ്യൻ്റ്. അതായത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടിരിക്കുന്നത് എത്രത്തോളം വലിയ സ്റ്റേറ്റുകൾക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം സ്റ്റേറ്റുകൾ മതി. അതുപോലെ തന്നെ അത് ഭരിക്കാൻ പറ്റുന്ന ഒരു അളവിലുള്ള സ്റ്റേറ്റ് ആയിരിക്കണം. അതുപോലെ റൂസോ പറഞ്ഞ എന്താണ്, 10,000 ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് ഐഡിയൽ സ്റ്റേറ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത്.
അതുപോലെ എന്താണ് നമുക്ക് ഇന്ന് കാണപ്പെടുന്ന ലോകത്തിൽ വി ഹാവ് ദ ലാർജ് പോപ്പുലേഷൻ സ്റ്റേറ്റ്സ് ഇന്ത്യ, ചൈന, ദോസ് വിൽ. അതുപോലെ തന്നെ ഈ ഏറ്റവും പോപ്പുലേഷനുള്ള രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, അതുപോലെ സ്മോൾ പോപ്പുലേഷനുള്ള മൊണാക്കോ, സാൻ മറനിയോ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റുകൾ തന്നെയാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. വി ഹാവ് ടു സ്റ്റഡി ഓൾ ദ നമ്പർ ബട്ട് ഓൾസോ ക്വാളിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻഹാബിറ്റിംഗ് ദ സ്റ്റേറ്റ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻസ് എന്ന് പറയുന്നത് വി ഹാവ് ടു സ്റ്റഡി നോട്ട് ഓൺലി നമ്പർ, എത്രത്തോളം ജനസംഖ്യ ഉണ്ട് എന്നതിലല്ല ഒരു സ്റ്റേറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി നിലനിൽക്കുന്നത്. അതിനകത്ത് എത്രത്തോളം ക്വാളിറ്റി ആയിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്നു, എത്രത്തോളം ക്വാളിറ്റിയുള്ള ജനങ്ങൾ താമസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റേറ്റ് നിലനിൽക്കേണ്ടത്. അപ്പം നമ്മൾ സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ, അതായത് പോപ്പുലേഷൻസ് മാത്രമല്ല, അതിനകത്ത് എത്ര ക്വാളിറ്റി ഓഫ് പീപ്പിൾ ജീവിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അരിസ്റ്റോട്ടിൽ പറയുന്നത് ഒരു ഗുഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മേക്ക് എ ഗുഡ് സ്റ്റേറ്റ് ആൻഡ് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഗുഡ് സ്റ്റേറ്റ് മേക്ക്, അതായത് അരിസ്റ്റോട്ടിൽ പറയുന്നത് ഒരു ഗുഡ് സ്റ്റേറ്റ് അല്ല, ഒരു ഗുഡ് സിറ്റിസൺസ് മേക്ക് എ ഗുഡ് സ്റ്റേറ്റ് ആൻഡ് ബാഡ് സിറ്റിസൺ. നോക്കൂ, ബാഡ് സ്റ്റേറ്റ് ഒരു സിറ്റിസൺസിന് വേണമെങ്കിൽ, അരിസ്റ്റോട്ടിൽ പറയുന്നത് ഗുഡ് സിറ്റിസൺ, ഒരു നല്ല സിറ്റിസൺസിന് വേണമെങ്കിൽ ഒരു ഗുഡ് സ്റ്റേറ്റ് ആക്കാം, സ്റ്റേറ്റിനെ ഗുഡ് സ്റ്റേറ്റ് ആക്കാം. ബാഡ് സിറ്റിസൺസിന് വേണമെങ്കിൽ ബാഡ് സ്റ്റേറ്റും ആക്കാം. അപ്പോൾ ഒരു നല്ല സിറ്റിസൺസ് ഉണ്ട് എങ്കിൽ സ്റ്റേറ്റ് നല്ലതാക്കാം, ബാഡ് സിറ്റിസൺ ആണെങ്കിൽ സ്റ്റേറ്റിന് വേണമെങ്കിൽ ബാഡ് സ്റ്റേറ്റും ആക്കാം. പോപ്പുലേഷൻ മേ ബി ഹെട്രോജീനിയസ് പോപ്പുലേഷൻസ് ആകാം, അതുപോലെ തന്നെ സിംഗിൾ നോട്ട് ബിലോങ്ങിങ് ടു, അതായത് ഒരു കാരണവശാലും ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാരായാലും അവരെന്താണ് സിംഗിൾ റേസ് ആവണമെന്നില്ല, ഒരു റിലീജിയൻ ആവണമെന്നില്ല, ലാംഗ്വേജ് ആവണമെന്നില്ല, അങ്ങനെയൊന്നും വേണമെന്നില്ല സ്റ്റേറ്റ് പല സൈസിലുള്ള പോപ്പുലേഷൻസ്. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ വി കനൗട്ട് ഫിക്സഡ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം അവിടെ സെൽഫ് സഫീഷ്യൻ്റ് ആവണം, നെസസറി റിക്വയർമെൻറ്റ്സ് എല്ലാ ആൾക്കാർക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ സ്റ്റേറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? പോപ്പുലേഷൻ ഓർ നമ്പർ ഓഫ് ദ പീപ്പിൾ. രണ്ടാമത്തത് ടെറിട്ടറി ആൻഡ് ഓർ എ ഡെഫിനിറ്റ് പ്ലേസ് ഓഫ് റെസിഡൻസ്. ടെറിട്ടറി എന്ന് വെച്ചാൽ ഭൂപ്രദേശം. എന്താ പറയുന്നത്? ദ സെക്കൻഡ് എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ടെറിട്ടറി. ഇഫ് ദ പീപ്പിൾ കണ്ടിന്യൂ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് ഹാവിങ് എനി ഡെഫിനിറ്റ് ടെറിട്ടറി ഓഫ് ദ റെസിഡൻസ്. എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ മാറി താമസിച്ച് പൊക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ടെറിട്ടറിയുടെ ഇതൊന്നും പറയത്തില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് അവർ മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനെ നമ്മൾ ഒരിക്കലും എന്തെന്ന് പറയത്തില്ല, നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയത്തില്ല. അതിന് നമ്മൾ ജിപ്സീസ്, അതുപോലെ തന്നെ നൊമാഡ്, അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ അങ്ങനെ പോകുന്നതിന് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിനൊരിക്കലും സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഓവർ ദ ലാൻഡ് ബട്ട് ഓൾസോ ഓവർ റിവർ, ലേക്ക്, മൗണ്ടൻ, മാർജിന്, എല്ലാം. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ആ ഭൂപ്രദേശം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ മൗണ്ടൻസ്, മാർജിനൽ സീ, ലേക്ക്, മണ്ണ് എല്ലാം അതിനകത്ത് ഉൾക്കൊണ്ടുവരുന്നതാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ദ ഐഡിയൽ സ്റ്റേറ്റ്. നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഐഡിയൽ സ്റ്റേറ്റിൻ്റെ സൈസ് എന്താണെന്ന് നമുക്ക് നേരത്തെ പറയാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഇപ്പോൾ ഒരു കാര്യം പറയുന്നത്, നമ്മളെ ഈ ടെറിട്ടറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെക്കൻഡ് എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എ സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി. ഇതെന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളിങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ആവത്തില്ല. ജനങ്ങൾ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ താമസിക്കണമെങ്കിൽ മാത്രമേ അത് സ്റ്റേറ്റ് ആവുള്ളൂ. അങ്ങനെ സ്റ്റേറ്റ് ആവുക എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി എന്ന് പറയുന്നത് അവരുടെ ലാൻഡ് മാത്രമല്ല, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ലാൻഡ് മാത്രമല്ല, അവരുടെ മൗണ്ടൻസ് വരും, അവരുടെ ലേക്ക്, അവരുടെ സബ് സോയിൽസ്, അവരുടെ സ്പേസ് എല്ലാം കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുക ടെറിട്ടറി എന്ന് പറയുന്നത്. അതുപോലെ യഥാർത്ഥത്തിൽ യഥാർത്ഥ കറക്റ്റ് സൈസ് വേണം ഒരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഡിഫിക്കൽട്ടാണ്. അതുപോലെ സ്റ്റേറ്റ് ഓഫ് സാൻ മാറിനിയോ അതുപോലെ 38 സ്ക്വയർ മൈൽസ് ഏരിയയേ ഉള്ളൂ. അതിനകത്ത് 38 സ്ക്വയർ മൈൽ ഉള്ളി ഏരിയ മാത്രമേ അതിനകത്തുള്ളൂ. അതുപോലെ വത്തിക്കാൻ സിറ്റി വെറും 108 ഏക്കറേ ഉള്ളൂ. അതും ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം 38 സ്ക്വയർ മൈലുള്ള സാൻ മാറിനോയും അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റിക്ക് 108 ഏക്കറുള്ള വത്തിക്കാൻ സിറ്റിയൊക്കെ അല്ല, അതെല്ലാം സ്റ്റേറ്റിൻ്റെ ആ ഒരു റൈറ്റ്സിൽ വരുവാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ആ ഒരു പവറിൽ വരുവാണ്.
ഒൺലി ദ അതർ ഹാൻഡ് സ്റ്റേറ്റ് എന്ന് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും വലിയ അമേരിക്ക സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ചൈന, അവരൊക്കെ ലാർജ് ടെറിട്ടറീസ് ആണ്. അത് കാരണം എന്താണ്, നമ്മളിവിടെ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടല്ല നമ്മൾ ഒരിക്കലും വി കാണ്ട് ഫിക്സ്. ഓൾറെഡി നമുക്ക് സ്റ്റേറ്റിൻ്റെ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റിൻ്റെ സൈസ് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സ്റ്റേറ്റിൻ്റെ ആ ഒരു ഇത് കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ യൂട്ടിലൈസേഷൻ, അതുപോലെ നമ്മൾ ഈ സ്റ്റേറ്റിൻ്റെ ഇതെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, റിസോഴ്സസുകൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. അതൊക്കെയാണെങ്കിൽ നമ്മളൊരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയുടെ റിസോഴ്സൊക്കെ മാക്സിമം യൂസ് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ കോൺസെപ്റ്റ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താണ്? ദ തേർഡ് എസെൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പോപ്പുലേഷൻ പഠിച്ചു, ടെറിട്ടറി പഠിച്ചു. എലോൺ വി കെ നോട്ട് എ സ്റ്റേറ്റ്. പോപ്പുലേഷനോ ടെറിട്ടറിയോ ഉള്ളത് കൊണ്ട് മാത്രം എന്താവത്തില്ല, സ്റ്റേറ്റ് ആവത്തില്ല. അൺലെസ് പീപ്പിളുടെ ടെറിട്ടറി ആർ സബ്ജക്റ്റ് ടു കൺട്രോൾ ഓർഗനൈസ്ഡ് ഗവൺമെൻറ്. ഈ ടെറിട്ടറിയെയും ജനങ്ങളെയും കൺട്രോൾ ചെയ്യുവാൻ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് വേണം. ഓൾറെഡി 2 എലമെൻറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ എലമെൻറ്റ് ഗവൺമെൻറ്റാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, പോപ്പുലേഷനും ടെറിട്ടറിയും ഉള്ളത് കൊണ്ട് മാത്രം നോട്ട് ബിക്കം എ സ്റ്റേറ്റ് ആവത്തില്ല. ഈ പോപ്പുലേഷനുള്ള ഈ ടെറിട്ടറിയിലുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുവാൻ ഒരു ഓർഗനൈസ്ഡ് പവർ വേണം. ഈ ഓർഗനൈസ്ഡ് പവറിനെയാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ടെറിട്ടറി കനോട്ട് ബി കാൾഡ് എ സ്റ്റേറ്റ് ഇംപ്ലൈ ബിക്കോസ് ഇൻഹാബിറ്റൻ്റ്. ടെറിട്ടറി നമ്മൾ ഒരിക്കലും ഒരു ഗവൺമെൻറ് എന്നൊന്നും പറയത്തില്ല, ആൾക്കാർ താമസിക്കുന്ന സ്ഥലം എന്നേ പറയുള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മിഷനറിയാണ്, ഒരു ഓർഗനൈസേഷനാണ്. അവർ ചെയ്യുന്നത് ഒരു കളക്റ്റീവ് വില്ല് അനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, അവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗവൺമെൻറ് മിഷനറീസാണ് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു ഗവൺമെൻറ് ഏജൻസീസൊക്കെയാണ്. ആ ഗവൺമെൻറ് ഏജൻസീസ് മിക്കവാറും പൊളിറ്റിക്കൽ ഓർഗനൈസ്ഡ് ഏജൻസീസ് ആയിരിക്കും. ഇവരാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിൻ്റെ കോമൺ അഫേഴ്സ് ചെയ്യുന്നത്, സ്റ്റേറ്റിൻ്റെ കോമൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഗവൺമെൻറ്റാണ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിൻസ് ലോ ആൻഡ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത്, ഫോറിൻ റിലേഷൻസ് ചെയ്യുന്നത്, റോഡുകൾ, ബ്രിഡ്ജുകൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റെക്കമെൻഡ് ചെയ്യുന്നതും കാര്യങ്ങൾ നടത്തുന്നതും ഗവൺമെൻറ്റാണ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സിറ്റി ഓഫ് നാഷൻ ടു നാഷൻ. അതായത് ഈ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് രാജ്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ അപ്പം മൂന്നാമത്തെ എലമെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്. തേർഡ് എലമെൻറ്റ് ഗവൺമെൻറ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് സോവർണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സോവർണിറ്റി എന്ന് പറയുന്നത്, സോവർണിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സ്റ്റേറ്റ്. സോവർണിറ്റി എന്ന് വെച്ചാൽ മലയാളത്തിൽ പരമാധികാരം. എന്താണ്? ഇറ്റ് ഈസ് what distinguished a state from other form of human organization. It is what distinguished a state. സ്റ്റേറ്റിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഫോമിൽ, സ്റ്റേറ്റിനെ വേറെ ഏതെങ്കിലും ഒരു ഫോമിൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോവർണിറ്റി എന്ന് പറയുന്നത്. സ്റ്റേറ്റിനെ വേറെ ഏതെങ്കിലും പേരിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത ഹ്യൂമൻ ഓർഗനൈസേഷൻസിനെ, സ്റ്റേറ്റിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ചെയ്ത ഹ്യൂമൻ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ സോവർണിറ്റി എന്ന് പറയുന്നത്. ദെർ ക്യാൻ ബി നോ സ്റ്റേറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ സോവർണിറ്റി. നമ്മൾ സോവർണിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം. ഈ പരമാധികാരമില്ലാതെ സ്റ്റേറ്റ് ഒരിക്കലും നിലനിൽക്കത്തില്ല. ബ്രോഡ്ലി സ്പീക്കിംഗ്, സോവർണിറ്റി മീൻസ് സുപ്രീമസി ഓഫ് ദ സ്റ്റേറ്റ്. സോവർണിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിന് സുപ്രീമസി കൊടുക്കുന്നതാണ്. പരമാധികാരമില്ലാതെ ഒരു സ്റ്റേറ്റ് നിലനിൽക്കത്തില്ല. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പവർ ഇല്ലെങ്കിൽ പിന്നെ എന്താ അത്? അപ്പോൾ പവർ എന്ന് പറയുന്നത്, സോവർണിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിന് സുപ്രീമസി കൊടുക്കുന്നതിനെയാണ് നമ്മൾ സോവർണിറ്റി എന്ന് പറയുന്നത്. സോവർണിറ്റീസ് ഓഫ് 2 ടൈപ്പ്. ഇൻറ്റേർണൽ സോവർണിറ്റിയുമുണ്ട്, എക്സ്റ്റേണൽ സോവർണിറ്റിയുമുണ്ട്. ആൻഡ് ഓൾസോ ഇൻറ്റേർണൽ സോവർണിറ്റി മീൻസ് സ്റ്റേറ്റ് ഈസ് സുപ്രീം ഇൻ ഓൾ ഇൻറ്റേർണൽ മാറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റിനകത്ത് നടക്കുന്ന എല്ലാ മാറ്റേഴ്സിലും സ്റ്റേറ്റിനാണ് പൂർണ്ണമായിട്ടുള്ള അധികാരം. അതുപോലെ എക്സ്റ്റേണൽ സോവർണിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫോറിൻ കൺട്രോൾ. പുറത്തുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുവാൻ സ്റ്റേറ്റിന് അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. ദി ഹാവ് പവർ. അവർക്ക് സംസാരിക്കാം, പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള പവറുണ്ട്. സ്റ്റേറ്റ് ഇഫ് എ സ്റ്റേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ അനദർ സ്റ്റേറ്റ് ഇറ്റ് വിൽ നോട്ട് ബി റിഗാർഡ് ആസ് എ സോവറിൻ. ഒരു സ്റ്റേറ്റിനെ വേറൊരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ സോവറിൻ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ റീസൺ ദാറ്റ് ഈ ഒരു സ്റ്റേറ്റിനെ വേറൊരു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സുപ്രീം പവർ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. അതൊക്കെ കൊണ്ടാണ് ഇന്ത്യ, അതെന്താണ്, ദിസ് ഈസ് ദ റീസൺ വൈ ഇന്ത്യ ബിഫോർ ഓഗസ്റ്റ് 47 കുഡ് ബി റിഗാർഡ് ആസ് ദ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് 1947 മുമ്പ് ഇന്ത്യയെ ഒരു രാജ്യമായിട്ട് കണക്കാക്കാത്തത്. ഇന്ത്യക്ക് അതുകൊണ്ടല്ലേ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യ ഒരു നാഷനായത് 47 വേറൊരു സോവറിൻ കൺട്രി വേറൊരു രാജ്യത്തെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് സോവറിൻ പവർ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 1947 മുമ്പ് ഇന്ത്യ ഒരു സോവറിൻ പവർ അല്ലെന്ന് പറയാത്തത്, സോവറിൻ പവർ ആണെന്ന് പറയാത്തത്. അതുപോലെ തന്നെ
ഇനി ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട്. അതുപോലെ ഇറ്റ് കോണ്ട് ബി റിഗാർഡ് ആസ് ദ സ്റ്റേറ്റ്. ആ സമയത്ത് 1947 മുമ്പ് ഇന്ത്യ ഒരു സ്റ്റേറ്റ് എന്ന് കണക്കാക്കത്തില്ല. ബിക്കോസ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു സോവറൻ പവർ ഇന്ത്യയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോവറൻ പവർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി സോവറൻ ആയിരിക്കണം, ഇന്റേണലി സോവർ ആയിരിക്കണം, ഒരു ലോയുടെ സൂപ്പർമസി ഉണ്ടായിരിക്കണം. അതാണ് 3 പോയിന്റ്. അടുത്തത് നമ്മൾ സ്റ്റേറ്റിൻ്റെ നാച്ചർ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള സ്റ്റേറ്റുകളാണ് നമ്മൾ ഈ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റിൽ പറയുന്നത്. പ്രധാനമായിട്ടും നാച്ചർ ഓഫ് ദ സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നത് ഫസ്റ്റ് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റിൽ ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്, എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റ് ആസ് എ നെസസറി, anarchistic notion of the state as an unnecessary evil, pluralistic notion of the state, totalitarian state, power notion state, സ്റ്റേറ്റ് ആസ് എ വെൽഫെയർ സിസ്റ്റം, ഓർഗാനിക് വ്യൂ, ക്ലാസിക്കൽ വ്യൂ ഓഫ് സ്റ്റേറ്റ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ നാച്ചർ ഓഫ് സ്റ്റേറ്റിനകത്ത് പറയുന്നത്. ഇതൊരു വാട്ട് ഈസ് ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ ഈ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റിന് ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ റിഗാർഡ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിഗാർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, സ്റ്റേറ്റിന് വേണ്ടി നിലനിൽക്കുന്ന ഡിഫറെൻറ്റ് വ്യൂസിന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പറയുന്നത്. വാട്ട് ഈസ് ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് നമ്മൾ നോക്കുവാണ്. ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ റോമൻ എംപയർ ഹാവ് എ ബെർത്ത് ടു ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് റോമൻ എംപയർ ആണ് ഈ ഒരു കോൺസെപ്റ്റ്, ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതിനകത്ത് മോഡേൺ തിങ്കേഴ്സായ ബോദിൻ, ഹോബ്സ്, ബെന്താം, ഓസ്റ്റിൻ അവരൊക്കെയാണ് ഈ ലീഗൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ഈ മോഡേൺ പീരീഡിലുള്ള തിങ്കേഴ്സായിട്ടുള്ള ജീൻ ബോദിൻ, ഹോബ്സ്, ബെന്താം, ഓസ്റ്റിൻ ഇവരൊക്കെയാണ് ലീഗൽ നോഷൻ്റെ ചീഫ് എക്സ്പോണൻസ്, അതായത് വക്താക്കൾ എന്ന് പറയുന്നത്. ഇവർ സ്റ്റേറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാക്ക്, സ്റ്റേറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എൻറ്റയർലി എ ലീഗൽ കൺസ്ട്രക്ഷൻ എന്നാണ് അവർ പറയുന്ന. ആ വാക്കാണ് ലീഗൽ നോഷൻ എഴുതേണ്ടത്, വേറെ ഒന്നും ഇതിലെങ്കിലും അതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. ദേ ഇൻ്റർപ്രറ്റ് സ്റ്റേറ്റ് ആസ് എൻറ്റയർലി എ ലീഗൽ കൺസ്ട്രക്ഷൻ. സ്റ്റേറ്റിനെ ഒരു ലീഗൽ കൺസ്ട്രക്ഷൻസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റ് വാസ് എ ഫോർമഡ് ഫോർ മേക്കിംഗ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് എൻഫോഴ്സിങ് ലോ ഇൻ ഓർഡർ ടു റെഗുലേറ്റ് ഹ്യൂമൻ ബിഹേവിയർ. സ്റ്റേറ്റാണ് ലോകൾ ഫോം ചെയ്യുന്നത്, സ്റ്റേറ്റാണ് ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്, സ്റ്റേറ്റാണ് ലോ എൻഫോഴ്സ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ, ഈ മനുഷ്യൻ്റെ ഹ്യൂമൻ ബിഹേവിയറെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതുകൊണ്ടാണ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ലോ വയലേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ പണിഷ് നമുക്ക് തരുന്നത്, വയലേറ്റ് ചെയ്യുന്നവരെ പണിഷ് ചെയ്യുന്നത്. ലീഗൽ ഓപ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈ ഒരു കോൺസെപ്റ്റിനെ പലരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ബിസൈഡ് ലോ മേക്കിംഗ് ദ സ്റ്റേറ്റ് ഓൾസോ റെസ്പോൺസിബിൾ പ്രൊമോഷൻ ഓഫ് മോറൽ ആൻഡ് സ്പിരിച്വൽ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ. ഈ ലോ മേക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്റ്റേറ്റ് എന്തിനും ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. പ്രൊമോഷൻ ഓഫ് മോറലായിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ളതും ജനങ്ങളുടെ ജീവിതം പ്രൊമോട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനുണ്ട്. അല്ലാതെ ലീഗൽ നോഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പറയരുത് ലീഗൽ നോഷൻ മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ആസ് എൻറ്റയർലി എ ലീഗൽ കൺസ്ട്രക്ഷൻ. സ്റ്റേറ്റ് ഒരു ലീഗൽ കൺസ്ട്രക്ഷൻസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അത് ഇതിനകത്ത് വിട്ടുപോയെന്ന് തോന്നുന്നു. എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. വാട്ട് ഈസ് എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്? എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്തിക്കൽ നോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് റിഗാർഡിങ് സ്റ്റേറ്റ് വാസ് ഈ ഒരു എത്തിക്കൽ നോഷൻ പ്രൊഫൗണ്ട് ചെയ്തത് പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയ ഫിലോസഫേഴ്സാണ്. ഇവർ പറയുന്നത് സ്റ്റേറ്റ് ഈസ് നെസസറി ഫോർ ഇൻ്റലക്ച്വൽ മോറൽ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്. സ്റ്റേറ്റ് എപ്പോഴും എന്താ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് നിർബന്ധമായിട്ട് നെസസറി ചെയ്യേണ്ടത് നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന്, നമ്മുടെ മോറലായിട്ടുള്ള ഡെവലപ്മെൻറ്റിന്, നമ്മുടെ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റിനൊക്കെ സ്റ്റേറ്റ് നമ്മളെ സഹായിക്കണം. ഇത് ഒരു നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാദർ ദാൻ മാൻ മെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് ആരും ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നുമല്ല. ഇത് സ്റ്റേറ്റ് റെപ്രസെൻറ്റഡ് ഹയസ്റ്റ് മൊറാലിറ്റി ആയിരിക്കണം സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടേ ചെയ്യണം. അതുപോലെ റൂസോ, കാൻഡ്, ഹെഗൽ, TH ഗ്രീൻ അങ്ങനെയുള്ള ആൾക്കാരെല്ലാമാണ് ഈ എത്തിക്കൽ നോഷനെ സപ്പോർട്ട് ചെയ്തത്. സ്റ്റേറ്റ് ഒരു സുപ്രീം എത്തിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. ഇത് ഇതിനെയും സ്റ്റേറ്റ് ഒരു സുപ്രീം എത്തിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. അത് എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് എപ്പോഴും എന്താ ചെയ്യേണ്ടത്, സ്റ്റേറ്റ് നമ്മളെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും മോറലായിട്ടുള്ള കാര്യങ്ങൾക്കും മെറ്റീരിയൽ ഡെവലപ്മെൻറ്റിന് സ്റ്റേറ്റ് സഹായിക്കണം. സ്റ്റേറ്റ് ഒരു സുപ്രീം എത്തിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വിച്ച് ഫിലോസഫേഴ്സ് ആർ എക്സ്പോണൻസ് ഓഫ് ദിസ് എത്തിക്കൽ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്? റൂസോ, കാൻഡ്, ഹെഗൽ, TH ഗ്രീൻ അവരെല്ലാമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ക്രിറ്റിസിസം എന്താണെന്ന് അറിയാമോ?
സ്റ്റേറ്റ് ഈസ് റിഗാർഡ് ആസ് ആൻ എൻഡ് ഇറ്റ് സെൽഫ് ആൻഡ് നോട്ട് എ മീൻസ് ടു മോറൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാരണവശാലും നമ്മുടെ മോറലായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിനോ സഹായിക്കാനുള്ള സാധനം അല്ല. സ്റ്റേറ്റ് അതിൻ്റെ അവസാനമല്ല. ഇൻ മോഡേൺ ടൈം ഇറ്റ് പ്രൊവൈഡ് ഫൗണ്ടേഷൻ ഓഫ് ടോട്ടാലിറ്റേറിയൻ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് മൊത്തത്തിൽ ടോട്ടാലിറ്റേറിയൻ കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ സ്റ്റേറ്റ് അതല്ലെന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ, സ്റ്റേറ്റ് ആസ് എ നെസസറി ഈവിൾ. സ്റ്റേറ്റ് നിർബന്ധമായിട്ടും ഒരു നെസസറി ആയിട്ടുള്ള ഒരു ഈവിളാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റാണ് പറയുന്നത്, മറന്നു പോരുത്. ദ ഇൻഡിവിജ്വൽസ് കൺസേൺഡ് സ്റ്റേറ്റ് ഈസ് ആസ് എ നെസസറി ഈവിൾ. ഇൻഡിവിജ്വലിസ്റ്റ്, അതായത് ഒരു കൂട്ടം ഫിലോസഫേഴ്സാണ്, വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൂട്ടം ഫിലോസഫേഴ്സാണ് ഇൻഡിവിജ്വലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് സ്റ്റേറ്റ് ഒരു നെസസറി ഈവിളാണ്. അക്കോർഡിംഗ് ടു ദിം സ്റ്റേറ്റ് ഒരു ഈവിളാണ്. പക്ഷേ സ്റ്റേറ്റ് ഈവിളാണെങ്കിലും എന്താ, ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഇറ്റ്സ്. പക്ഷേ സ്റ്റേറ്റ് ഈവിൾ എന്ന് പറയുമ്പോഴും ഓരോ വ്യക്തികൾക്കും അവർക്ക് അവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനും ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുവാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങൾ നേടാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്കുണ്ടായിരിക്കണം. സ്റ്റേറ്റ് ഈവിൾ എന്ന് പറയുമ്പോഴും അത് ദർ വിൽ ബി, അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുണ്ടായിരിക്കണം. അതായത് ജനങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക സ്റ്റേറ്റ് ഈവിളാണ്. പക്ഷേ ജനങ്ങൾക്ക് ആ ഫ്രീഡം ഉണ്ടായിരിക്കണം. എന്താ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഫ്രീഡം. ദർ വിൽ ബി നോ ലോ ആൻഡ് ഓർഡർ. അവിടെ ലോ ആൻഡ് ഓർഡർ ഒന്നും കാണാൻ ഇല്ല. ഈ സ്റ്റേറ്റ് ബിക്കം നെസസറി ടു മെയിൻറ്റെയിൻ. പക്ഷേ ഇതിനകത്ത് സ്റ്റേറ്റ്, പക്ഷേ ഇവർ പറയുന്നത് എന്താണ്, ഈ ഒരു കോൺസെപ്റ്റിൽ ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ കൂടി ലോ ആൻഡ് ഓർഡർ വേണം, നെസസറി ടു മെയിൻറ്റെയിൻ വേണം. ലോ ആൻഡ് ഓർഡർ ഉണ്ടെങ്കിലേ സൊസൈറ്റി നിലനിന്ന് പോകത്തുള്ളൂ. ആഡം സ്മിത്ത്, ബെന്താം, ഹെർബർട്ട് സ്പെൻസർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഈ ഒരു തിയറി, സ്റ്റേറ്റ് ഒരു നെസസറി ഈവിൾ ആണെന്നുള്ള ആ ഒരു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇവരെ ക്രിറ്റിസിസം എന്താണ്, സ്റ്റേറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് ഒരു കാരണവശാലും ഒരു നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല. സ്റ്റേറ്റ് ഒരു നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ഒരു ഈവിളൊന്നും അല്ല. ദ സ്റ്റേറ്റ് ഈസ് കേപ്പബിൾ ടു പെർഫോം. സ്റ്റേറ്റ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുവാനും അതുപോലെ ജനങ്ങൾക്ക് വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ സ്റ്റേറ്റ് വേണം. സൊസൈറ്റി ആയിട്ട് ലാർജ്, സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റേറ്റ് നിലവിൽ വേണമെന്നാണ് ഇതിൻ്റെ ക്രിറ്റിസിസം പറയുന്നത്. അടുത്തത്, അനാർക്കിസ്റ്റിക് നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ആൻ എ അൺനെസസറി ഈവിൾ. അനാർക്കി എന്ന് വെച്ചാൽ എന്താണ്, ഒരു അരാജകത്വം എന്നാണ് മലയാളം. അനാർക്കിസ്റ്റിക് ഈസ് ദ വ്യൂ റിഗാർഡിംഗ് ദ നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ ഈവിൾ ആൻഡ് ഇറ്റ് ഈസ് എ സൂണർ. എന്ന് വെച്ചാൽ എന്താണ്, അനാർക്കിസ്റ്റിക് വ്യൂ റിഗാർഡ് ചെയ്ത് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് ആൻ ഈവിൾ ആൻഡ് സച്ച് ആ സൂണർ. അതായത് ഒരു സ്റ്റേറ്റ് ഈവിളായി തീരും അനാർക്കിസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ. ഇറ്റ് ഈസ് അബോളിഷ്ഡ് ദ ബെറ്റർ ടു വിൽ ബി സ്പോണ്ടാനിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഈ അനാർക്കിസ്റ്റ് സിസ്റ്റം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങൾ തന്നെ അബോളിഷ് ചെയ്ത് കളഞ്ഞു. ദേ ബിലീവ് ദാറ്റ് ഗ്രാജുവൽ പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. കാരണം എന്ന് വെച്ചാൽ അനാർക്കിസ്റ്റ് ഒരു അരാജകത്വം എന്ന് പറയുന്നത് അവിടെ എന്തില്ല, അവിടെ ഒരു പെർഫെക്ഷൻ ഹ്യൂമൻ നേച്ചർ ഇല്ല. അത് അങ്ങനെ ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ല. സ്റ്റേറ്റ് ആസ് ആൻ ഏജൻസി ഫോർ റെഗുലേറ്റിംഗ് ഹ്യൂമൻ കോണ്ടാക്ട് വിൽ ബിക്കം ലെസ് നെസസറി. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്താണ്, ഒരു ഏജൻസി ആയിരിക്കണം, ഹ്യൂമൻ കോണ്ടാക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ആയിരിക്കണം. മനുഷ്യൻ്റെ വില്ലുകളെ ഒട്ടും കുറയാതെയും നെസസറി ആക്കി കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതായിരിക്കണം എന്താണ് ഇതെന്ന് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ല, അനാർക്കിക് നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് അൺനെസസറി ഈവിൾ അല്ല, അൺനെസസറി ഈവിളാണ്. ഒരു വേണ്ടാത്ത നെസസറി അല്ലാത്തൊരു ഈവിളാണ് അനാർക്കിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്ലൂറലിസ്റ്റിക് നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്. പ്ലൂറലിസ്റ്റിക് നോഷൻ ഓഫ് ദ സ്റ്റേറ്റ്, ഇതെത്രയും കാണാതെ പഠിക്കണം, വാക്കുകൾ കാണാതെ പഠിച്ചിട്ട് ആ ഒരു കാര്യം ഇങ്ങനെ കേട്ടാൽ മതി. പ്ലൂറലിസ്റ്റിക്സ് എന്ന് പറയുന്നത്, പ്ലൂറലിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത് കോ ഈക്വൽ സ്റ്റാറ്റസ് വിത്ത് അതർ പെർമനൻറ്റ് ഗ്രൂപ്പ്. അതായത് മറ്റുള്ള പെർമനൻറ്റ് ഗ്രൂപ്പുകൾക്ക് ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഫാമിലി, ചർച്ച്, ട്രേഡ് യൂണിയൻ, സോഷ്യൽ ക്ലബ്ബ്. അതായത് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ആർക്കൊക്കെ മറ്റുള്ള പെർമനൻറ്റ് ഗ്രൂപ്പുകൾക്ക് പ്ലൂറലിസ്റ്റിക്കാണ്, അതായത് ഒന്നിൽ കൂടുതൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് സ്റ്റേറ്റ് എന്താ ചെയ്യുന്നത്, ഫാമിലിക്കും ചർച്ചിനും ട്രേഡ് യൂണിയൻസിനും സോഷ്യൽ ക്ലബ്സിനും ഒക്കെ എന്ത് ചെയ്യുന്നു, വേരിയസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. വിച്ച് കാറ്റർ ടു അവർ വേരിയസ് നീഡ്സ്. ഇവരൊക്കെയാണ് നമ്മളെ വേരിയസ് നീഡ്സുകൾ ഫുൾഫിൽ ചെയ്യുന്നത്. ഇതിനകത്ത് ഈ പ്ലൂറലിസ്റ്റിക് സ്റ്റാൻഡ് കൊണ്ടാണ് നമുക്ക് ഡീസെൻട്രലൈസേഷൻ പൊളിറ്റിക്കൽ പവർ വന്നത്. അതുപോലെ തന്നെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സുപ്രീം ആവുന്നത്. അവരെല്ലാം സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസ് തന്നെയാണ് അവരിലൂടെ ചെയ്യുന്നത്. മാക്കൈവർ, ലാസ്കി, അവരൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വക്താക്കൾ എന്ന് പറയുന്നത്. ഇതിനും ക്രിറ്റിസിസം ഉണ്ട്. ഇതിൻ്റെ ക്രിറ്റിസിസം എന്താണ്, വ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ സുപ്പീരിയർ ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് ദ സ്റ്റേറ്റ് ടു റെഗുലേറ്റ് കോർഡിനേറ്റ് വേരിയസ് ഓർഗനൈസേഷൻ
ഓർഗനൈസേഷൻ. അത് ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റുള്ള പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് നമ്മളിങ്ങനെ ഒരു പവർ കൊടുക്കുമ്പം അവരെ കൺട്രോൾ ചെയ്യാൻ സ്റ്റേറ്റ് പോലുള്ള ഒരു സുപ്രീം പവർ വേണം, എങ്കിലേ ഇത് നിലനിന്ന് പോവുള്ളൂ. അവർക്ക് ഈ ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് പവർ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് സ്റ്റേറ്റിന് മുകളിലായി പോകും അവർ. അത് പാടില്ല എന്നാണ് ഇതിൻ്റെ ക്രിറ്റിസിസം. ഇനി അടുത്ത എന്താ, ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, പ്രധാനമായിട്ടും ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പവർ ആൻഡ് ദ ഇൻഡിവിജ്വൽ ഹാവ് നോ റൈറ്റ് അഗൻസ്റ്റ് ദ സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേറ്റ് ഹാസ് ആൻ അബ്സല്യൂട്ട് പവർ. സ്റ്റേറ്റിനാണ് ടോട്ടാലിറ്റേറിയൻ, എല്ലാ സ്റ്റേറ്റിൽ വന്നു ചേരുന്നു, സ്റ്റേറ്റിനാണ് അബ്സല്യൂട്ട് പവർ, ഇൻഡിവിജ്വലിന് അവിടെ ഒരു പവറും ഇല്ല. സ്റ്റേറ്റ് എക്സസൈസ് എക്സ്ക്ലൂസീവ് കൺട്രോൾ ഓവർ ദ ഹോൾ ലൈഫ് ഓഫ് ഇൻഡിവിജ്വൽ. സ്റ്റേറ്റ് ഈ എന്തിൻ്റെ കൺട്രോൾ, എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും കൺട്രോളിൽ സ്റ്റേറ്റ് എത്തിച്ചേരും. എല്ലാ ഇൻഡിവിജ്വലിൻ്റെ കൺട്രോളിലും സ്റ്റേറ്റ് എന്ത് ചെയ്യും, എത്തിച്ചേരും. എല്ലാ ഇൻഡിവിജ്വലിൻ്റെ കൺട്രോളിലും ആരെത്തിച്ചേരും, സ്റ്റേറ്റ് ഇടപെടും. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്, എല്ലാ ഇൻഡിവിജ്വലിൻ്റെയും കൺട്രോളിൽ സ്റ്റേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് അതിനെയാണ് നമ്മൾ പറയുന്നത് ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഹാവ് നോ റൈറ്റ്സ്. അതിൻ്റെയൊക്കെ വക്താക്കളാണ് ഹെഗൽ, നീഷെ, അതുപോലെ ഷാക്കർ, അങ്ങനെയുള്ള ഒരുപാട് പേര്, മുസോളിനി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ സ്റ്റേറ്റിൻ്റെ ഒരു എന്ന് പറയുന്നത്. പക്ഷേ ഇതിനും ക്രിറ്റിസിസം ഉണ്ട്. ഇതൊരു അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഹ്യൂമൻ പേഴ്സണാലിറ്റിക്ക് ഒരു ഡെവലപ്മെൻറ്റ്സും കൊടുക്കാത്ത സാധനമാണിത് എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ അടുത്ത ടോട്ടാലിറ്റേറിയൻ മറന്നു പോരുത്, സ്റ്റേറ്റിനാണ് ഫുൾ പവർ, അതാണ് ടോട്ടാലിറ്റേറിയൻ. ഇൻഡിവിജ്വൽ ഹാവ് നോ പവർ, അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തത് പവർ നോഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ദ അഡ്വക്കേറ്റ് ഓഫ് ദിസ് വ്യൂ ഇൻ്റർപ്രറ്റഡ് ദാറ്റ്, അവർ പറയുന്നത് എന്താണ്, മൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേറ്റ് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കണം. ടേം ഓഫ് മൈറ്റ് എന്ന് പറയുന്നൊരു വാക്ക്, അതായത് നോഷൻ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ വെച്ചാൽ സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കണം, ഒരു പക്ഷേ സ്റ്റേറ്റ് ഇങ്ങനെ ആയിരിക്കണം. ജർമ്മൻ റൈറ്റേഴ്സായ ബെർഹാൻഡി അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇത് പറയുന്നത്. ഇതിനെ പറയുന്നത് ഒരു പവർ സിസ്റ്റത്തെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് എന്താണ്, ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള അതോറിറ്റിയെ കൊണ്ടുവന്നിട്ട് അവർക്ക് പവർ കൊടുക്കുന്നു, അവർക്ക് വാർ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നു, അവർക്ക് സമാധാനം ഡെവലപ്പ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നു. അത് അവരെ വെൻ ഇൻഡിവിജ്വൽ കം ഇൻ ടു കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, ഒരു വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നടക്കണമെങ്കിൽ, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് നടക്കണമെങ്കിൽ ഈ പവർ ഇടപെടും. പവറാണ് അവിടുത്തെ കാര്യം. ഇതെന്ന് പറയുന്നത് നോട്ട് അക്സെപ്റ്റഡ് മെനി റൈറ്റേഴ്സ്. ഈ പവർ എന്ന് പറയുന്നത് ഒരുപാട് റൈറ്റേഴ്സ് ഇതിനെ അക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് പവർ ക്യാൻ നെവർ ജസ്റ്റിഫൈ എ സ്റ്റേറ്റ്. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന് മാത്രം പവർ കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അത് അതോറിറ്റിക്ക് വഴിതിരിക്കും, അത് സോഷ്യൽ എൻഡിന് വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് സോഷ്യൽ വെൽഫെയർ ആസ് എ നെസസിറ്റി ഈവിൾ. സ്റ്റേറ്റ് ആസ് എ ഈവിൾ, എത്തിക്കൽ നോഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ് ആസ് എ വെൽഫെയർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേറ്റിന് ദ കണ്ടംപററി ലിബറൽ വ്യൂ ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. അത് അത്യാവശ്യത്തിൽ ഒരു സമകാലീനമായിട്ടുള്ള ഇപ്പോൾ തുറന്ന കണ്ടംപററി വ്യൂ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്നുള്ള കോൺസെപ്റ്റ് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ദ മെയിൻ സപ്പോർട്ടേഴ്സ് JS മില്ലർ, TH ഗ്രീൻ, ലാസ്കി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഈസ് നോട്ട് ഓൺലി മിയർലി എ ഏജൻസി. സ്റ്റേറ്റ് ഒരു ഏജൻസി മാത്രമല്ല, സ്റ്റേറ്റ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, സ്റ്റേറ്റ് ഒരു വെൽഫെയർ സിസ്റ്റമാണ്. സ്റ്റേറ്റ് ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് ഫങ്ഷൻസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് പ്രൊമോട്ട് ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യൻ്റെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് സൊസൈറ്റിയുടെ ഹോൾ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് റെഗുലേറ്റ് വർക്കിംഗ് കണ്ടീഷൻ. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നതാണ്, റെക്കോർഡ് ടു സ്റ്റേറ്റ് നിർബന്ധമായിട്ടും വർക്കേഴ്സിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യണം, ജനങ്ങളുടെ ഹെൽത്ത് ആൻഡ് പീപ്പിൾ പ്രൊമോട്ട് ചെയ്യണം, സോഷ്യൽ സർവീസ് പ്രൊമോട്ട് ചെയ്യണം, സോഷ്യൽ ഈവിൾസ് തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്. വാട്ട് ഈസ് ഓർഗാനിക് വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്? ഓർഗാനിക് വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പയർ സ്റ്റേറ്റ് ലിവിങ് ഓർഗാനിസം. ഈ ഒരു സ്റ്റേറ്റിനെ ഒരു ലിവിങ് ഓർഗാനിസമായിട്ട് കൺട്രോൾ ചെയ്യും. അതിനകത്ത് ഇൻഡിവിജ്വലാണ് ആ ഓർഗൻസിനകത്ത് താമസിക്കുന്ന ആൾക്കാർ. ഇതിനകത്ത് ഓർഗൻസ് ഈസ് ദ എക്സിസ്റ്റൻസ് ആൻഡ് വർത്ത് ഓഫ് ദ ഓർഗൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നിലനിൽപ്പെന്ന് പറയുന്നത് ആ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് ഈ ഓർഗൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആസ് ദ എക്സിസ്റ്റൻസ് ആൻഡ് വർത്ത് ഓഫ് ദ ഓർഗൻസ്.
ഡിപ്പെൻസ് അപ്പോൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓർഗാനിസം. ഈ ഓർഗൻസിൻ്റെ അല്ലെങ്കിൽ ഈ ഓർഗൻസിൻ്റെ ആ ഒരു എക്സിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഓർഗൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിനകത്ത് താമസിക്കുന്ന ഇൻഡിവിജ്വലുകളായ ഓർഗനൈസേഷൻസ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഇത് സ്റ്റേറ്റ് ലൈക്ക് ലീവൻ ഓർഗാനിസം, സ്റ്റേറ്റ് ഒരു ലിവിങ് ഓർഗാനിസമാണ്. ഇത് കംപ്ലീറ്റ്ലി ഇൻ്റർഡിപ്പെൻഡ്സ് ദ ഇൻഡിവിജ്വൽ വിത്ത് കോ കൺസെൻറ്റ്. അത് ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഇല്ലെങ്കിൽ ആ ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യത്തില്ല. ഹോബ്സ്, റൂസോ, ഹെർബർട്ട് സ്പെൻസർ, അതുപോലെ അതുപോലെ ഫീറ്റെ ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സാണ് ഇതിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജർമ്മൻ ഫിലോസഫേഴ്സ് ഫീറ്റെ പറയുന്നത് ഈ സ്റ്റേറ്റ് ഈസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയും ഇൻഡിവിജ്വലും തമ്മിൽ ഡിപ്പെൻഡൻസ് ആയിട്ടിരിക്കുന്ന സിസ്റ്റമാണ്. അതുപോലെ പക്ഷേ ക്രിറ്റിക്സ് പറയുന്നത് എന്താണ്? ക്രിറ്റിക്സ് ആർ ദ ഒപ്പീനിയൻ ദാറ്റ് കമ്പാരിസൺ വിത്ത് സ്റ്റേറ്റ് ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ഓർഗാനിസം സൂപ്പർഫിഷ്യൽ. അത് നടക്കാത്തൊരു കാര്യമാണ്. അത് ഒരു ഓർഗാനിസം എന്നൊക്കെ പറയുന്നത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ ഉള്ളൂ, ക്ലാസ് വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ക്ലാസ് വ്യൂ എന്താണ്? ക്ലാസ് വ്യൂ ഓഫ് ദ സ്റ്റേറ്റ്. സം റൈറ്റേഴ്സ് ഹാവ് ഡിസ്ക്രൈബ്ഡ് സ്റ്റേറ്റ് ആസ് എ ക്ലാസ് സ്ട്രക്ചർ. കുറച്ച് എഴുത്തുകാർ സ്റ്റേറ്റിന് ഒരു ക്ലാസ് സ്ട്രക്ചറായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. വിത്ത് ദ എമർജൻസ് ഓഫ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ദ സൊസൈറ്റി കെയിം ടു ഡിവൈഡ് ഇൻ 2 ക്ലാസസ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി എമർജ് ചെയ്ത് വന്നപ്പോൾ സ്റ്റേറ്റിന് 2 ആയിട്ട് തരംതിരിക്കപ്പെട്ടു. അതായത് ഡോമിനേറ്റിംഗ് ക്ലാസസ് പോസസിങ് ഓണർഷിപ്പ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതായത് ഡോമിനേറ്റിംഗ് ക്ലാസസ് എന്നും ഡിപ്പെൻഡൻറ്റ് ക്ലാസസ് എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡോമിനേറ്റിംഗ് ക്ലാസസ് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടി സ്വന്തമായിട്ട് കൈവച്ചിരിക്കുന്ന ആൾക്കാർ. ഡിപ്പെൻഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരെ ഈ ഡോമിനൻ്റ് ക്ലാസ് ഒപ്രസ് ചെയ്യുന്ന ആൾക്കാർ. ഇത് ഡോമിനൻ്റ് ക്ലാസ് ആർ അപ്ഹോൾഡ് ദ ഓൺ ഇൻട്രസ്റ്റ്. അവരെപ്പോഴും ഈ ഡിപ്പെൻഡൻറ്റ് ക്ലാസ്സിൻ്റെ അവരെ ഇൻട്രസ്റ്റ് അടിച്ച് അമർത്തിക്കൊണ്ടേയിരിക്കും. അവരെ ഇൻട്രസ്റ്റിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവരെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ദേ ഹാവ് ഡിപ്പെൻഡൻസ് അല്ലേ. അത് കാർൽ മാർക്സ് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പുവർ ബൈ റിച്ചസ്റ്റ്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ പണക്കാർക്ക് ചൂഷണം ചെയ്യുവാനുള്ള ഒരു ഓർഗനൈസേഷനാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റേറ്റ് എന്ന് അദ്ദേഹം പറയുന്നത്. അത് ക്രിറ്റിക്സ് പറയുന്നത് ഇറ്റ് ഈസ് എ റിജിഡ് ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി. നമ്മൾ ഈ സൊസൈറ്റിയിൽ 2 ഡിവിഷനേ ഉള്ളൂ എന്ന് പറയുന്നത് ഒരു ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്, ഉള്ളവരും ഇല്ലാത്തവരും. അതൊരു ഡിവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് സ്റ്റേറ്റിന് ചേരുന്നതേ അല്ല. സ്റ്റേറ്റ് എപ്പോഴും നോർമൽ സ്റ്റേറ്റ് ആയിരിക്കണം, കോമൺ ഹുഡിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കണം, എല്ലാവരും ഒരുപോലെ നോക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കണം എന്നാണ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഏകദേശം എത്ര 5, 6, 7, 8, 9, 10, 11, 12, 13 ഇതാണ് പോയിൻറ്റ്സാണ് അതിനകത്തുള്ളത്. ഇനി നമ്മൾ ഈ ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റും കൂടെ കഴിയുമ്പോൾ നമ്മളിത് കഴിയും. വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്? സ്റ്റേറ്റ് എങ്ങനെ ഒറിജിൻ ചെയ്ത് വന്നു എന്നാണ് നമ്മളിതിനകത്ത് പറയാൻ പോകുന്നത്. സ്റ്റേറ്റ് ഒറിജിൻ ചെയ്ത് വന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു കണ്ടീഷൻസിലാണ്. നമ്മൾ മോഡേൺ സ്റ്റേറ്റ് ഇവോൾവ് ചെയ്ത് മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു മോഡേൺ സ്റ്റേറ്റിലേക്ക് എത്തിയത് ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ്. ഇത് ഒരുപാട് സെവറൽ ഫാക്ടേഴ്സ് ഇൻ്റർപ്ലേ ചെയ്തിട്ട് അതിനകത്ത് കളിച്ചിട്ടാണ് സ്റ്റേറ്റുകൾ ഒറിജിൻ ചെയ്തത്. അതായത് ബന്ധങ്ങൾ, മതങ്ങൾ, റിലീജിയൻസ്, പ്രോപ്പർട്ടി ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്, വാറ്, പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, ഇങ്ങനെ ഒരുപാട് എമർജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഇപ്പോൾ കാണുന്ന മോഡേൺ സ്റ്റേറ്റ് ഒറിജിനായിട്ട് വന്നത്. അതുപോലെ സോഷ്യലിസ്റ്റ് ജനറലി ഐഡൻറ്റിഫൈഡ് സോഷ്യോളജിക്കാർ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ് ഒറിജിൻ ചെയ്ത് വന്നതിന് അവർ എന്താ പറയുന്നത്, അവർ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻസാണ് അതിനെ മുന്നോട്ട് വയ്ക്കുന്നത്. ഫോളോയിങ് ഫോംസിലാണ് സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്ത് വന്നെന്നാണ് അവർ പറയുന്നത്. അതാണ് ഈ കാണുന്ന ഫോംസ് നമ്മൾ പറയുന്നത്. ട്രൈബൽ സ്റ്റേറ്റ്സ്, ഓറിയൻ്റൽ സ്റ്റേറ്റ്സ്, ഓറിയൻ്റൽ എംപയർ, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്, റോമൻ എംപയർ, ഫ്യൂഡൽ സ്റ്റേറ്റ്, മോഡേൺ സ്റ്റേറ്റ്. ഈ ഇത്രയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നാണ് ആര് പറയുന്നത്, ഈ സോഷ്യോളജിസ്റ്റ് പറയുന്നത്. വാട്ട് ഈസ് ട്രൈബൽ സ്റ്റേറ്റ്? എന്താണ് ഒരു ട്രൈബൽ സ്റ്റേറ്റ്? ട്രൈബൽ സ്റ്റേറ്റ് വാസ് ദ ഏർലിയസ്റ്റ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഓർഗനൈസേഷനാണ് ട്രൈബൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ട്രൈബൽ സ്റ്റേറ്റ് ഒരു സ്മോൾ സൈസ് ആയിരിക്കും എപ്പോഴും. ആ ട്രൈബലിലെ ഹെഡായിരിക്കും എപ്പോഴും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ട്രൈബലിൻ്റെ ഹെഡിനായിരിക്കും എപ്പോഴും അതോറിറ്റി. അവർക്ക് എപ്പോഴും ഒരു ഓതറൈസേഷൻ കൗൺസിൽ ഉണ്ടായിരിക്കും. അത് അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ ട്രൈബിലെ മെമ്പേഴ്സിനായിരിക്കും. ആരെങ്കിലും ഡിസോബേ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈബിലെ ആ ഹെഡിന് അവരെ പണിഷ് ചെയ്യാം. അവരെ കൾച്ചറിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. ദ മെയിൻ പർപ്പസ് എന്ന് പറയുന്ന ട്രൈബൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ സ്റ്റേറ്റ് ഇൻറ്റേർണൽ ഓർഡർ, അവരുടെ ട്രൈബിനകത്ത് തന്നെ ഒരു ഓർഡർ കൊണ്ടുവരിക, ഇങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ്
സ്റ്റേറ്റ് റീറ്റെയിൻ സ്ട്രോങ് ട്രേസസ് ഓഫ് കോമൺ ബർത്ത്, കോമൺ റിലീജിയൻ, കോമൺ ട്രേഡ്. ഇതൊക്കെ ഈ സ്റ്റേറ്റ് എപ്പോഴും പറയുന്നത് അവരുടെ ഇടയിലുള്ള ജനം കോമൺ ബർത്ത്, അതുപോലെ കോമൺ അവർക്കൊരു കോമൺ റിലീജിയൻ ഉണ്ടായിരിക്കും, അവർക്ക് കോമൺ ഒരു ട്രേഡ് ഉണ്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അവർ ട്രൈബൽ സ്റ്റേറ്റിലെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും. അടുത്ത സോഷ്യോളജിസ്റ്റ് പറയുന്നത് ഓറിയൻ്റൽ എംപയർ വന്നു. അടുത്ത എന്താണ് ഓറിയൻ്റൽ എംപയർ? ഓറിയൻ്റൽ എംപയർ എന്ന് പറയുന്നത് എന്താണ്? ഓറിയൻ്റൽ എംപയർ എന്ന് പറയുന്നത് ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ട്രൈബ് സെറ്റിൽഡ് ഇൻ ദ പ്ലേസ് വെയർ ദ ബേസിക് നീഡ്സ് ആൻഡ് നെസസിറ്റി വെയർ ഫുൾഫിൽഡ്. എന്ന് വെച്ചാൽ എന്താണ്, ഈ ട്രൈബൽ ഇങ്ങനെ അവിടെ താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ നെസസിറ്റി ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വേറെ സ്ഥലങ്ങളിലേക്ക് സെറ്റിൽ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. അവർ ഫുഡിന് വേണ്ടിയിട്ട്, വാട്ടറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അങ്ങനെ അവരെ കന്നുകാലികളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി തുടങ്ങി. അവർ ഫ്ലറിഷ് ചെയ്തു. അങ്ങനെ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തു. അവർ നൈൽ നദിയുടെ തീരത്തും, അതുപോലെ തന്നെ ടൈഗ്രസിൻ്റെയും, മെസ്റ്റോപ്പൊട്ടേമിയൻ നദിയുടെയും, ഗംഗാ നദിയുടെയും, ചൈനയിലെ യെല്ലോ റിവറിൻ്റെ തീരത്തും ഒക്കെ ആൾക്കാർ എന്ത് ചെയ്തു? അവർ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ അവർ പിന്നെ സ്വഭാവം എന്താണ്? സ്ട്രോങ് ഗ്രൂപ്പുകാർ വീക്ക് ഗ്രൂപ്പുകാർ അടിച്ചമർത്തി തുടങ്ങി. അതുപോലെ തന്നെ അവരെന്ത് ചെയ്തു? ദ സ്ട്രോങ് ഗ്രൂപ്പ് വീക്കർ ഗ്രൂപ്പിനെ അവരെ അടിച്ചമർത്തി തുടങ്ങി. അവർ ബൗണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങൾ, ബാബിലോണിയൻ സംസ്കാരം, ചൈന, ഇന്ത്യൻ സംസ്കാരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇവരെന്ന് പറയുന്നത് സ്ട്രോങ്ലി സെൻട്രലൈസ്ഡ് കിൻ ടുഗദറാണ്. അവർ രാജാക്കന്മാരായിരുന്നു. ദേ ഹാവ് സബോർഡിനേറ്റ്. അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ള സബോർഡിനേറ്റഡ് ആൾക്കാരെ അവരെ കാര്യങ്ങൾ സൂപ്പർവൈസ് ചെയ്ത് തുടങ്ങി. അവർക്ക് സോൾജേഴ്സ് ഉണ്ടായി, അവർ ലാർജ് സൈസായി, അവർ ലോക്കൽ റിവോൾട്ടുകൾ തുടങ്ങി. അവിടെ തന്നെ അവർ ചെറിയ യുദ്ധങ്ങൾ ചെയ്തു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവർ ആ ഒരു വലിയൊരു എംപയറായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്തു വന്നു. ഇനി അടുത്തത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് സ്റ്റേജ് വാസ് ഗ്രീക്ക് സിറ്റി സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജ് സോഷ്യോളജിസ്റ്റ് പറയുന്നതാണ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടും പെക്യൂലിയർ ലൊക്കേഷൻ, അതായത് ഗ്രീക്കിലുള്ള പ്രത്യേകിച്ചിട്ടുള്ള ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു എവല്യൂഷനാണ്. അവർ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് താമസിക്കുന്ന ആൾക്കാരാണ്. അവർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവരെന്ത് പറയുന്നത്? അവരുടെ മൗണ്ടൻസ് സീ ഡിവൈഡഡ്, അവർ പർവ്വതങ്ങളും ഈ മൗണ്ടൻസും ഒക്കെ ആയിട്ടാണ് വാലി, ഐലൻഡ്, അങ്ങനെയൊക്കെയാണ് അവർ സിറ്റി സ്റ്റേറ്റുകൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിഫറൻറ്റ് കൺട്രീസ് ആ ഓരോ സ്റ്റേറ്റിനകത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഗ്രീസിൽ പല പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഏൻഷ്യൻ്റ് ഗ്രീക്കാണ് നമ്മുടെ എല്ലാ സെൻട്രൽ ആക്ടിവിറ്റീസുകളെ സെൻറ്റർ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ലോക്കൽ പാട്രിയോട്ടിസം. പക്ഷേ ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിനെല്ലാം അവരവരുടെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിന് അവരവർ ഭയങ്കര പാട്രിയോട്ടിസമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞു ഏറ്റവും സാമർത്ഥ്യമായ ഏതൻസ്, സ്പാർത്ത, ഇങ്ങനെയുള്ള സിറ്റി സ്റ്റേറ്റുകളാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത സ്റ്റേറ്റുകൾ. ഗ്രാജുവലി ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ഒരുപാട് അടിയും വഴക്കും ബഹളമൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ അങ്ങ് തകർന്നു പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതാണ് റോമൻ എംപയർ എന്ന് വെച്ചാൽ എന്താ? റോമൻ എംപയർ എന്ന് പറയുന്നത് ആഫ്റ്റർ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെട്ടെന്നൊരു റോമൻ ആ ഏരിയയിൽ എമർജ് ചെയ്തു വന്നതാണ് റോമൻ എംപയർ എന്ന് പറയുന്നത്. റോമൻ എംപയർ പല സ്ഥലങ്ങളിൽ അങ്ങ് വ്യാപിച്ചു. ഇതിനകത്ത് ഈ റോമൻ എംപയർ സമയത്ത് രാജാവ് മാത്രമല്ലായിരുന്നു, പ്രീസ്റ്റ് വരെ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രീസ്റ്റ് വരെ ഹെഡായിരുന്നു. അവർ ഡ്യൂറിങ് ദിസ് പീരീഡ് പാർട്ടീഷ്യൻസ് ഷെയ്ഡ് പൊളിറ്റിക്കൽ പവർ ഓഫ് മൊണാർക്ക്. അതായത് ഈ സമയത്താണ് പാർട്ടീഷ്യൻസ് ഇതിനകത്താണ് ആ സമയത്താണ് ഈ ഓരോരോ പ്രഭുക്കന്മാർ രാജ്യങ്ങൾ ചെയ്തു തുടങ്ങി, രാജ്യങ്ങൾ ഭരിച്ചു തുടങ്ങിയത്. അത് പിന്നെ മൊണാർക്കിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ ഭരിക്കുന്നതായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മൊണാർക്കി വന്നിട്ട് പ്ലീബിയൻസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരെ, കോമൺ ജനങ്ങളെ ഭരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവരെ ഈ പീരീഡിലാണ് അവർ നൈബറിങ് ടെറിട്ടറീസിൽ യുദ്ധം ഉണ്ടാക്കി തുടങ്ങിയത്. അതുപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവർ റിപ്പബ്ലിക്കിലേക്ക് തിരിഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എലക്ട് ചെയ്തിട്ട് രാജ്യം ഭരിക്കണം. ഈ പ്ലീബിയൻസും അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള വലിയ പ്രഭുക്കന്മാരും പാട്രീഷ്യൻസും അവരുടെ ഒന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആൾക്കാരെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഗ്രീസ്, ഏഷ്യ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്തത്? ഈ റിപ്പബ്ലിക്കിലൂടേക്ക് കടന്നു വന്നത്. റോമൻ എംപയറിൻ്റെ നാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലേക്കുള്ളൊരു വഴിത്തിരിവായിരുന്നു. റോമൻ എംപയർ നശിച്ചപ്പോൾ ലോക്കൽ ഗവൺമെൻറ് ഡെവലപ്പായി, ജനാധിപത്യം ഡെവലപ്പായി വന്നു. ഇനി അടുത്ത ലാസ്റ്റ് ഫ്യൂഡൽ സ്റ്റേറ്റ്, മോഡേൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ എന്താ നോക്കൂ,
ഫ്യൂഡൽ സ്റ്റേറ്റും മോഡേൺ സ്റ്റേറ്റും. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. വാട്ട് ഈസ് ഫ്യൂഡൽ സ്റ്റേറ്റ്? ഫ്യൂഡൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭരിക്കുന്നതാണ്. അതായത് ആഫ്റ്റർ ഫോൾ ഓഫ് റോമൻ എംപയറുടെ നാശങ്ങൾക്ക് ശേഷം സെൻട്രൽ അതോറിറ്റി ഇൻ ടു ദ ഹാൻഡ് ഓഫ് പവർഫുൾ ഫ്യൂഡൽ ചീഫ്. അതായത് റോമൻ എംപയർ നശിച്ചപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുമ്പോൾ ഒരു ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കയ്യിലായിപ്പോയി രാജ്യം മുഴുവനും. അവർ ലാൻഡ് ലോഡായിരുന്നു, അവർക്ക് ഒരുപാട് എസ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അവർ ഈ രാജ്യം ഭരിച്ചു തുടങ്ങി. 5ാമത്തെ സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യുന്നറിയാമോ? 5ാമത്തെ സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് പോലെ ഡെവലപ്പ് ചെയ്ത് വന്നു. അതുപോലെ തന്നെ വിത്ത് ദ കിങ് വാസ് എ സുപ്രീം ലോർഡ് ആൻഡ് ടോപ്പ് ആൻഡ് ലാൻഡ്ലെസ് പെസൻറ്റ് ഓഫ് ബോട്ടർ. കിങ് അവിടെ വന്നു. രാജാവ് വന്നു. രാജാവ് അവിടെ സൂപ്പർഫിഷ്യൽ പവർ എൻറോൾ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ അതോറിറ്റി ഓഫ് കിങ്ങിന് ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ കിങ്ങിന് മാത്രമുള്ള അതോറിറ്റി കൊടുത്തത് ക്രിസ്ത്യൻ പ്രീസ്റ്റിനും ക്രിസ്ത്യൻ ചർച്ചിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ക്രിസ്ത്യൻ ചർച്ചൊക്കെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായി കഴിഞ്ഞു അവിടെ. അതുപോലെ തന്നെ ബിഗിനിങ് ഇൻ ദ 14th സെഞ്ചുറി 14ാമത്തെ സെഞ്ചുറി ആയപ്പോഴത്തേക്ക് പോപ്പ് ഒരു ഹൈ അതോറിറ്റിയായി തീർന്നു. ചർച്ച് രാജാവിനെക്കാട്ടിയും വലിയൊരു അതോറിറ്റിയായി തീർന്നു. അത് പവർഫുൾ മൊണാർക്കി റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു കാരണമായി തീർന്നു. അവർ പിന്നെ ചർച്ച് ഒരു മൊണാർക്കിയായി തീർന്നു. ചർച്ചാണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്തത്. പിന്നെ ഇന്നലെ ഏറ്റവും അവസാനം നിൽക്കുന്ന മോഡേൺ സ്റ്റേറ്റ് നമ്മൾ ഇന്ന് കാണുന്നത് ഒരുപാട് ഒരുപാട് അരിച്ചരിച്ചാണ് മോഡേൺ സ്റ്റേറ്റ് വന്നിട്ടുള്ളത്. ഫ്യൂഡലിസം വാസ് സക്സീഡഡ് ദ നാഷണൽ സ്റ്റേറ്റ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ബൗണ്ട് ഓഫ് നാഷണൽ ലാംഗ്വേജ്. ഫ്യൂഡലിസം അവസാനം നിലനിന്നത് എന്താണ്? സക്സീഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു നാഷണൽ ഡെവലപ്പായി, അതുപോലെ തന്നെ ഒരു നാഷണാലിറ്റി ഡെവലപ്പായി, ലാംഗ്വേജ് വന്നു, നാഷണൽ ബൗണ്ടറീസ് വന്നു. സക്സീഡ് ചെയ്ത് നിന്ന സമയത്തൊക്കെ ആയിരുന്നു. ആ ഫ്യൂഡലിസം നിൽക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എല്ലാം വളച്ച് കെട്ടി എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ഫ്രാൻസ്, സ്പെയിന്, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ്, നെതർലൻഡ്, റഷ്യ, ജർമ്മനി ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കയറി വന്നു. അതുപോലെ തന്നെ ഇനിഷ്യലി ഇവർക്കൊക്കെ മൊണാർക്കിക് സംഭവം തന്നെയായിരുന്നു. ഈ 18ാം സെഞ്ചുറിയൊക്കെ ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു? മൊണാർക്കിയിൽ നിന്ന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിലേക്ക് തിരിഞ്ഞു. ആൻഡ് ആ ഡെമോക്രസി എന്ത് ചെയ്യുന്നു? ഡെമോക്രസിയിൽ അവർ ലിബർട്ടി, ഇക്വാളിറ്റി, പോപ്പുലർ സോവറിനിറ്റി ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെല്ലാം യൂറോപ്പ് മുഴുവനും എക്സ്പേർട്ടായി, യൂറോപ്പ് മുഴുവനും വ്യാപിച്ചു. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസുകൾ, അതുപോലെ ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇവിടെയൊക്കെ പുതിയ തരത്തിലുള്ള ഓരോരോ ഡെവലപ്മെൻറ്റ്സ്, അതായത് മോഡേൺ സ്റ്റേറ്റ് ഡെമോക്രസി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി ഡെവലപ്പ് ചെയ്ത് വന്നു. അതുപോലെ 19ാമത്തെ സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ എല്ലായിടത്തും കോളനികൾ സ്ഥാപിച്ചു തുടങ്ങി. അവർ ലോകം മുഴുവനും കോളനികൾ സ്ഥാപിച്ചിട്ട് അവർ അൾട്ടിമേറ്റ് പവറായിട്ട് നിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 1ാം ലോക മഹായുദ്ധം വരുന്നത് 1914. ഒന്നാം ലോക മഹായുദ്ധം വന്നപ്പോഴത്തേക്ക് ഈ യൂറോപ്യൻ കോളനിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ബ്രിട്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അവരുടെ പവറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതിന് സെക്കൻഡ് വേൾഡ് വാർ വന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ വന്നപ്പോഴത്തേക്ക് ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ, ശ്രീലങ്ക, ഈജിപ്റ്റ് തുടങ്ങിയ അവിടെ എല്ലാം ഈ ഒരു പൊളിറ്റിക്കൽ സോവറിനിറ്റി, ആ ബ്രിട്ടൻ സോവറിനിറ്റി നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഇങ്ങനെ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ചരിത്രം മുഴുവനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഏജസ് ഓഫ് ഒരുപാട് ഡിഫറെൻറ്റ് ഏജിൽ നിന്നാണ് നമ്മൾ മോഡേൺ സ്റ്റേറ്റിലേക്ക് വന്നത്. അപ്പോൾ മോഡേൺ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്പർമസി ഉള്ള ഒരു സ്റ്റേറ്റ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷന് മൊണാർക്കി വരുന്ന ഒരു സ്റ്റേറ്റാണ് മോഡേൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ പോയിൻറ്റ്സ്. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റേറ്റാണ്, സ്റ്റേറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ, സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സ്റ്റേറ്റിൻ്റെ എലമെൻറ്റുകൾ, പോപ്പുലേഷൻ, അത് കഴിഞ്ഞിട്ട് ഏരിയ ഓഫ് റെസിഡൻസ്, ഗവൺമെൻറ്, സോവറിനിറ്റി, അത് കഴിഞ്ഞാണ് നാച്ചർ ഓഫ് ദ സ്റ്റേറ്റ്, ലീഗൽ നോഷൻ, എത്തിക്കൽ നോഷൻ, ഈവിള്, അനാർക്കിസം, പ്ലൂറലിസ്റ്റിക്, ടോട്ടാലിറ്റേറിയൻ, പവർ നോഷൻ സ്റ്റേറ്റ് വെൽഫെയർ സിസ്റ്റം, ഓർഗാനിക് സ്റ്റേറ്റ്, ക്ലാസ് വ്യൂ ഓഫ് സ്റ്റേറ്റ്. പിന്നെ സ്റ്റേറ്റ് ഓർഗനൈസ് വന്നത് ആദ്യം ട്രൈബൽ സ്റ്റേറ്റ്, പിന്നെ അത് ഓറിയൻ്റൽ എംപയറായി, പിന്നെ അത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റായി, പിന്നെ അത് റോമൻ എംപയറായി, പിന്നെ അത് ഫ്യൂഡൽ സ്റ്റേറ്റായി, പിന്നെ ഇപ്പോൾ കാണുന്ന മോഡേൺ നാഷൻ വൈഡായി. ഇത്രയാണ് ഈ മൊഡ്യൂളിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്.